ഗൈസ് ബൊലേറോ ഓണേഴ്സ് ക്ലബ് കേരള ഈ കഴിഞ്ഞ ഡിസംബർ 14-15 ട്രിവാൻഡ്രം പൊന്മുടിയിൽ നടത്തിയ മീറ്റപ്പിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അതേപോലെ ഈ വട്ടത്തിൽ പേർ ലോകത്ത് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കക്കടാമ്പൊയിൽ വെച്ച് നടന്ന മീറ്റപ്പ് പോലെ ഈ ഒരു മീറ്റപ്പും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന്റെ വിശേഷങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ വീഡിയോ ഉണ്ട്, അതൊന്നും എടുത്ത് കണ്ടേക്കിട്ടാ. കഴിഞ്ഞ ഡിസംബർ 14-15 മീറ്റപ്പ് നടന്നത്. സാറ്റർഡേ സൺഡേ ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു. സാറ്റർഡേ അവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സാറ്റർഡേ ഞാൻ കുറച്ച് നേരത്തേക്ക് പുറപ്പെടണമെന്ന് വിചാരിച്ചാണ്. എന്നാലും ഇവിടെ നിന്ന് അങ്കമാലിയിലാണ് എൻ്റെ വീട്. അങ്കമാലിയിൽ നിന്ന് പോകുന്നപ്പോൾ ഏകദേശം ഒരു 10 മണി 10:30 ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ സ്പോട്ടിലെത്തി, പൊന്മുടി റിസോർട്ടിലെത്തി. ഞങ്ങൾ ഈ ഒരു സ്പോട്ടിൽ എത്തിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു റിസോർട്ടിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാറിടാത്ത റോഡായിരുന്നു. ശരിക്കും അങ്ങനത്തെ റോഡിൽ കൂടെ പോകുമ്പോഴാണ് നമുക്ക് ഈ വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഫീൽ കിട്ടണേ. ഭയങ്കര എക്സ്ട്രീം ഓഫ് റോഡൊന്നും പറ്റിയില്ലെങ്കിൽ ചെറിയ ചെറിയ ഓഫ് റോഡുകളൊക്കെ നല്ല അടിപൊളിയാണ് ഈ വണ്ടി കൊണ്ടുനടക്കാൻ. നമ്മൾ റോഡിൽ കൂടെ ഓടിക്കുന്ന ഫീലും ഇതിൽ കൂടെ ഓടിക്കുന്ന ഫീലും വേറെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ റോഡ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഈ റിസോർട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഇങ്ങനത്തെ റോഡ് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങൾ. അത് കഴിഞ്ഞിട്ട് അവിടെ കയറി ചെന്നപ്പോൾ ഒരുപാട് പേരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. തലേ ദിവസം വരുന്ന ആളുകൾ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. കുറേ പേരൊക്കെ ഉച്ചയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്നിട്ടും കുറേ പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ റിസോർട്ട് 2 റിസോർട്ടായിട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഉള്ളിലുള്ള റിസോർട്ടിലാണ്, അതായത് ഈ ഒരു ചെറിയ ഓഫ് റോഡ് വഴി കയറി പോകുന്ന ഒരു റിസോർട്ടിലായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത്. 2 റിസോർട്ടിലാണെങ്കിലും ഫാമിലിക്ക് സെപ്പറേറ്റ് റൂമും അതുപോലെ തന്നെ ബാച്ചിലേഴ്സിന് ഡോർമെറ്ററി എന്ന് പറഞ്ഞ സെറ്റപ്പിലാണ് ഇവിടെ എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം നടന്നത്, അതായത് വൈകുന്നേരത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്നത് ഈ ഉള്ളിലുള്ള ഈ ഒരു റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു. എല്ലാ തവണത്തെയും പോലെ തന്നെ ഫസ്റ്റ് പുതിയതായിട്ട് വന്ന ആളുകളെ ഒന്ന് പരിചയപ്പെടുന്നത്, അതുപോലെ തന്നെ കുറച്ച് വിശേഷങ്ങൾ, എല്ലാവരുടെയും കുറേ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത്തവണയും നടന്നു. കഴിഞ്ഞ തവണത്തെ അത്ര വലിയൊരു ഹാളായിരുന്നില്ലെങ്കിലും ഒരു ചെറിയ മുറിയിൽ മാക്സിമം എല്ലാവരും ഇരുന്നിട്ട് ആ ഒരു പരിപാടി നല്ല അടിപൊളി ഗംഭീരമായിട്ട് തന്നെ നടന്നു. അതിനുശേഷം എല്ലാ തവണത്തെയും പോലെ ഡി ജെ പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിന് ഇത്തവണയാണെങ്കിലും നമുക്ക് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണ നമുക്ക് DJ സോങ് വയ്ക്കാനും പാട്ട് വയ്ക്കാനും നല്ല അടിപൊളി വൈബിനും വേണ്ടിയിട്ട് വണ്ടിയിൽ തന്നെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ DJ ലൈറ്റിന് വേണ്ടി എല്ലാ വണ്ടികളും, മിക്ക വണ്ടികളിലും DJ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു വൈബ് അതൊരു പ്രത്യേക രസമാണ്. എല്ലാവരും കൂടിയും അടിപൊളിയായിട്ട് പാട്ടും ഡാൻസ്, കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒത്തുകൂടി, അതിൽ വണ്ടികളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഒത്തുകൂടിക്കൊണ്ട് വൈബിൽ നിന്നുകൊണ്ട് ഉള്ള ഒരു ഫീല് അത് അടിപൊളിയാണ്. കാരണം നമ്മൾ ഒരു തവണ മീറ്റപ്പിന് വന്നു കഴിഞ്ഞാൽ എല്ലാ വർഷവും നമ്മൾ മീറ്റപ്പിന് വരുമെന്ന് ഉറപ്പാണ്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടി കൂടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പേരെ നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞതും ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പിൽ കയറാൻ കഴിഞ്ഞതല്ല. അതുകൊണ്ട് വണ്ടി നമ്മൾ ഒരിക്കലും വിട്ട് കളയില്ല. കാരണം ഈ BOC ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത്ര സ്ട്രോങ് ആണ്, നമ്മൾ ഫീൽ ചെയ്യുന്ന കുറേ മൊമെൻറ്റ്സാണ് ഈ എല്ലാ മൊമെൻറ്റ്സും. അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുഡും ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആൾക്കാർ വന്നുകൊണ്ട് ഫുഡിന് കുറച്ച് ഷോർട്ടേജിനായി. പക്ഷേ ആ ഒരു സങ്കടം നമുക്ക് മാറുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും അത്രയും പേരെ പ്രതീക്ഷിച്ച് അത്രയും പേര് വന്നില്ലെങ്കിലാണ് കൂടുതൽ സങ്കടം ഉണ്ടാവണേ. ഇതെല്ലാവരും വന്നതുകൊണ്ട് എല്ലാവരും ആ ഒരു വൈബിൽ തന്നെ എടുത്തുകൊണ്ട് അടിപൊളിയാണ്. നല്ലൊരു ഫീൽ തന്നെയാണ് ആ തലേ ദിവസത്തെ ആ ഫംഗ്ഷനും പരിപാടിയും കാര്യങ്ങളൊക്കെ. പിന്നെ പറയാനുള്ളത് കുറേ പുതിയ മെമ്പേഴ്സിനെ പരിചയപ്പെടാൻ പറ്റി. അതുപോലെ തന്നെ കഴിഞ്ഞ മീറ്റപ്പിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഒരുപാട് പേര് ഇത്തവണത്തെ മീറ്റപ്പിന് വന്നിട്ടുണ്ടായിരുന്നു. അവരെയും കാണാൻ പറ്റി, പരിചയപ്പെടാൻ പറ്റി. പിന്നെ ഈ ഒരു റിസോർട്ടിനും ഇവിടുത്തെ വൈബും പറയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് തന്നെ തോടുള്ളതുകൊണ്ട് അതിൻ്റെ സൗണ്ട് നമ്മളിങ്ങനെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുക. അതിൽ കൂടെ വെള്ളം പോകുന്നതിൻ്റെ സൗണ്ട് അത് കാണാനൊക്കെ നല്ല അടിപൊളി വൈബാണ്. ഫുൾ ഒരു ഫോറസ്റ്റ് വൈബാണ് അത് അതിൻ്റെ ഉള്ളിൽ ഫുൾ നമുക്ക് കിട്ടുന്നത്. പിന്നെ ചെറിയൊരു പ്രശ്നം എന്നുള്ളത് നല്ല കാറ്റായിരുന്നു. അപ്പോൾ കാറ്റുള്ളതുകൊണ്ട് കമ്പുകളൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു വീഴുന്നുണ്ടായിരുന്നു. അതിലൊരു വണ്ടിയുമ്മ കമ്പ് ഒടിഞ്ഞു വീണിട്ട് അതിൻ്റെ ഫ്രണ്ടിലെ ഗ്രില്ല് പൊട്ടിയിട്ടുണ്ടായി. അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായി. രാവിലെ എണീറ്റപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ല കാറ്റായിരുന്നു. അപ്പോൾ ആ സമയത്ത് പുറത്തിറങ്ങിക്കാനൊക്കെ നല്ലൊരു വൈബായിരുന്നു. നമ്മളിവിടെ തന്നെ കുളിച്ച് റെഡിയായി രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു.
അപ്പോൾ അതെല്ലാം കഴിച്ചു. ഒരു 9:30 ആകുമ്പോഴേക്കും നമുക്ക് ഇതിൽ പൊന്മുടി ഹിൽസിൽ വ്യൂ പോയിന്റിലേക്ക് പോകണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ അത്യാവശ്യം നല്ല സൗകര്യങ്ങളും ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് എല്ലാവരും നേരത്തെ കുളിച്ച് റെഡിയായി എല്ലാവരും അവിടേക്ക് പോകാൻ വേണ്ടി തയ്യാറായിട്ടിരുന്നു. അതുപോലെ തന്നെ തലേ ദിവസം അല്ലാതെ അന്നത്തെ ദിവസം തന്നെ സൺഡേ എത്തും എന്ന് പറഞ്ഞ ഒരുപാട് പേര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ റിസോർട്ടിലായിട്ടും അപ്പുറത്തെ റിസോർട്ടിലായിട്ടും എല്ലാവരും വന്നു. അതിനുശേഷം നമ്മൾ വണ്ടി റാലി പോലെ പോകാനുള്ളൊരു പ്ലാനിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. എന്നിട്ടാണ് നമ്മൾ മുകളിലേക്ക് പോയത്. അവിടേക്ക് പോകുന്നൊരു വഴീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും എന്താ പറയുക, നല്ല അടിപൊളി വഴിയായിരുന്നു. ആ ഒരു നമ്മൾ റാലി പോലെ ഇങ്ങനെ ഒരു ഓർഡറിൽ ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമാണ്. അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ തെറ്റി എന്നുള്ളത്, അതിൻ്റെ ഇടയിൽ വേറെ വണ്ടികളൊക്കെ വരുമ്പോൾ കുറച്ച് ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കിങ്ങനെ അത് ഒരുപാട് ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റണ ഏരിയ അല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു വണ്ടികൾ പോകുന്നതിൻ്റെ ഒരു വിഷ്വൽസ് ആ ഒരു രീതിയിൽ ഓവർടേക്ക് ചെയ്ത് പോയി എടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് കുറവുകൾ നമ്മുടെ വീഡിയോസിലുണ്ടാവും. അപ്പോൾ എല്ലാവരും ആ ഒരു എന്താ പറയുക അച്ചടക്കത്തോട് തന്നെ മുകളിലെത്തി കഴിഞ്ഞാൽ എല്ലാ വണ്ടികളും ആ ഒരു ഗ്രൗണ്ടിലും ആ ഒരു സ്പേസിലായിട്ട് ഇങ്ങനെ മാക്സിമം പാർക്ക് ചെയ്തിട്ടു. അതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പാർക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ വിഷ്വൽസ് നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് എടുക്കാൻ പറ്റില്ല. അത് നമ്മുടെ വീഡിയോയിൽ കുറച്ച് കുറവുണ്ട്. അപ്പോൾ അതെല്ലാവരും എല്ലാ വണ്ടിയും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും ആ ഒരു കഴിഞ്ഞ വർഷത്തെ പോലെ ഒരു ഗ്രൗണ്ടിൽ റൗണ്ടായിട്ട് ഇടാത്തതുകൊണ്ട് നമുക്ക് എല്ലാ വണ്ടികളും അതിൽ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതും സംശയമാണ്. കാരണം ഇത് പല സ്ഥലത്തായിട്ട് കിടക്കുന്നതുകൊണ്ടേ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മറ്റേത് റൗണ്ട് ആയതുകൊണ്ട് നമുക്ക് ഒരറ്റത്ത് തുടങ്ങി ഇങ്ങനെ കറങ്ങി ഫുൾ വണ്ടിയും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. കാരണം ഇങ്ങനത്തെ ഒരു ഏരിയയിൽ നമുക്ക് ഇത്രയൊക്കെ പറ്റിയെന്നുണ്ടെങ്കിൽ അത് തന്നെ വലിയ കാര്യമാണ്. അങ്ങനെ ഈ ഒരു വ്യൂ പോയിന്റിൽ ഇതിൻ്റെ ഏറ്റവും മുകളിൽ വെച്ചിട്ടാണ് നമ്മുടെ മെയിൻ മീറ്റപ്പ് നടന്നത്. അതായത് എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള മീറ്റപ്പ്. ഏകദേശം 100ഓളം വണ്ടികൾ ഈ ഒരു മീറ്റപ്പിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് പേരെ കാണാൻ പറ്റും. ഒരുപാട് വണ്ടികൾ നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഒരുപാട് വണ്ടികൾ, അതിൻ്റെ ഓണേഴ്സ്, അതുപോലെ തന്നെ പുതിയ മെമ്പേഴ്സ്, അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും. അങ്ങനെ എല്ലാവരും ഓടി നടന്ന് എല്ലാവരെയും പരിചയപ്പെടുന്ന തിരക്കിലായിരുന്നു. അതിനുശേഷം അവിടെ വെച്ചിട്ട് തന്നെ ഇത്തവണത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും മൊമെൻ്റ് ഉണ്ടായിരുന്നു. വണ്ടിയായിട്ട് വന്നവരും POCയിൽ മെമ്പറായി വണ്ടി കൊണ്ടുവരാൻ പറ്റാതെ വന്നവർക്കും എല്ലാവർക്കും POC മെമ്പേഴ്സിന് മാത്രമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിൽ പേരില്ലാത്ത POC മെമ്പേഴ്സ് ഉണ്ട്. അതായത് വണ്ടി കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വണ്ടി നമ്പർ എഴുതി തന്ന് നിങ്ങൾക്കും കൈപ്പറ്റാവുന്നതാണ്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? നമ്മൾ ആദ്യമായിട്ടാണ് എല്ലാവർക്കും ഒരു മൊമെന്റോയും അതേപോലെ തീം ലോഗോയും കൊടുക്കുന്നത്. അടുത്ത മീറ്റിംഗ് മുതൽ ഏത് ജില്ലയിലാണോ ചെയ്യുന്നത് ആ ജില്ലയുടെ തീം വെച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകൾക്കും വേണ്ടിയിട്ട് മീറ്റപ്പിനുണ്ട് നമ്മളെ പെർഫ്യൂം ടാഗ്. അതേപോലെ ഈ വട്ടത്തെ ലോഗോയ്ക്കകത്ത് പെയർ ലോഗോയ്ക്കകത്ത് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. റിഫ്ലക്റ്റീവ് ടൈപ്പാണ് ഈ വട്ടത്തെ ലോഗോ. ഫ്രണ്ടും ബാക്കും റിഫ്ലക്റ്റീവ് ടൈപ്പാണ്. അടുത്തത് അതേപോലെ ഇതാണ് നമ്മളെ ടീം ലോഗോ. അടുത്തത് വിനീത്
2019 7 ബോലേറോ ഓണേഴ്സ് ഒരു ചെറിയ മീറ്റപ്പ് നടത്തി. അന്നാണ് ഈ ഒരു ബോലേറോ ഓണേഴ്സ് ക്ലബ് കേരള എന്ന് പറയുന്ന ഈ ഒരു വലിയ ക്ലബിൻ്റെ ഒരു രൂപീകരണം തന്നെ നടന്നതെന്ന് പറയാം. ആ 2019 ശേഷം 6 വർഷമായി, 2024 കറക്റ്റ് 6 വർഷവും മുടങ്ങാതെ പല സ്ഥലങ്ങളിലായിട്ട് മീറ്റപ്പ് നടത്തി. അങ്ങനെ ഇന്ന് ഏകദേശം 500ഓളം മെമ്പേഴ്സ്, ആ 7-ൽ നിന്ന് 500ഓളം മെമ്പേഴ്സുള്ള വലിയൊരു ഗ്രൂപ്പായിട്ട് ബോലേറോ ഓണേഴ്സ് ക്ലബ്ബ് ഇപ്പോൾ വളർന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അതിൽ ഓരോ മീറ്റപ്പിലും ഒരുപാട് പുതിയ പുതിയ മെമ്പേഴ്സ് വരുന്നുണ്ട്. വന്നവരെല്ലാവരും തന്നെ വരുന്നുണ്ട്. ഇതുവരെ വരാത്തവരാണെങ്കിൽ പോലും പല വർഷങ്ങളിൽ തൊട്ടടുത്ത്, ചിലവർക്ക് ചിലപ്പോൾ ദൂരമൊക്കെ കൂടുതലുള്ളതുകൊണ്ട് വരാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ഇപ്പോൾ നമ്മൾ പല സ്ഥലത്തായിട്ട് വയ്ക്കുന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു മീറ്റപ്പിനൊക്കെ ആയിട്ട് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബൊലേറോ ഓണേഴ്സ് ക്ലബ്ബിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. അവരോട് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു ബൊലേറോ ഓണേഴ്സ് ക്ലബ്ബിൽ മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ ബൊലേറോ ലവർ മാത്രമായിരുന്നാൽ പോരാ, അതിൻ്റെ ഒരു ഫാനായിരുന്നാൽ പോരാ, നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ബൊലേറോൻ്റെ ഓണർ ആയിരിക്കണം, ഒരു RC ഓണർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്ലബ്ബിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അത്ര എന്താ പറയുക, അത്ര ഫിൽട്രേഷനൊക്കെ ചെയ്ത് കറക്റ്റായിട്ട് വരുന്നൊരു ഒഫീഷ്യൽ ബൊലേറോ ഓണേഴ്സ് ക്ലബ്ബാണ് ഈ ഒരു BOC എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവർ നിങ്ങളുടെ RC ബുക്കും അതുപോലെ വണ്ടിയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ സൈക്ലോ സ്റ്റോറീസ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ ഒരു DM ചെയ്താൽ മതി. ഞാൻ അഡ്മിൻ്റെ നമ്പർ അയച്ചുതരാം. അപ്പോൾ നിങ്ങൾ അതിലേക്ക് നിങ്ങളുടെ വണ്ടിയുടെ നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്നുള്ളത് അതിൽ പറയും. അതിന് വേറെ ഫീസും കാര്യങ്ങളൊന്നും ഇല്ല. ജോയിൻ ചെയ്യാൻ ഒരു ഫീസും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ മാക്സിമം ഇതിൽ ജോയിൻ ചെയ്തിട്ട് ആക്റ്റീവായി ഇരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ നിങ്ങളൊരു ബൊലേറോ ഓണർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഉപകാരപ്രദമാണ്. കാരണം കേരളത്തിലുടനീളം എല്ലാ സ്ഥലത്തും നമുക്കൊരു നെറ്റ്വർക്ക് ഉണ്ട്, ആ ഒരു വണ്ടിയുടെ ആൾക്കാർ തന്നെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വണ്ടിക്ക് എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും അതിനൊക്കെ ഒരു എന്താ പറയുക, ഒരു ആൻസർ നമ്മുടെ ഗ്രൂപ്പിലുണ്ടാവും. അതിനൊക്കെ പറ്റിയ ആളുകൾ നമ്മുടെ ഗ്രൂപ്പുകളിലുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് വേണ്ടി വന്നാൽ പോലും ഈ ഒരു BOCയിലെ മെമ്പേഴ്സ് നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും അവൈലബിൾ ആയിരിക്കും. അതുപോലെ സ്പെഷ്യലായിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഒരു ഏരിയയിൽ ഇത്ര നല്ല രീതിയിൽ ഒരു അടിപൊളി മീറ്റപ്പ് പ്ലാൻ ചെയ്ത് ഇതൊക്കെ എല്ലാം ഓർഗനൈസ് ചെയ്തുകൊണ്ട് എല്ലാം പ്ലാൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഈ ഒരു മീറ്റപ്പ് നടത്തിയ ഇതിനു വേണ്ടി നടന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. ആ ഒരു നന്ദി നമ്മൾ പറഞ്ഞിട്ടില്ല ഈ വീഡിയോ എന്താ പറയുക ശരിക്കും പൂർണ്ണതയിലെത്തില്ല. അവർക്കൊക്കെ വലിയ അഭിനന്ദനങ്ങളാണ് അറിയിക്കുന്നത്. അത്ര നല്ല രീതിയിലാണ് അവർ മീറ്റപ്പ് പ്ലാൻ ചെയ്തതും ഈ ഒരു ഏരിയയിൽ തന്നെ അവർക്ക് ഇത്ര നല്ല രീതിയിൽ മീറ്റപ്പ് നടത്താൻ പറ്റിയതൊക്കെ വലിയൊരു കാര്യമാണ്. കാരണം ഇത്രയും വണ്ടികളും ഇത്രയും ആളുകളും ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ അവരൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു റാലിയും അതുപോലെ തന്നെ സ്റ്റേയും ഫുഡും എല്ലാം പ്ലാൻ ചെയ്യാന്നുള്ളത് നിസ്സാര കാര്യമല്ല. അപ്പോൾ അതെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തുകൊണ്ട് ഇതിനു വേണ്ടി എല്ലാത്തിനും വേണ്ടി ഓടിയിടുന്ന നമ്മുടെ അഡ്മിൻസിനും അതുപോലെ തന്നെ ഇവിടെ ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അതുപോലെ ഈ ഒരു മീറ്റപ്പിൽ ഞാൻ പ്ലാൻ ചെയ്ത് കുറച്ച് കാര്യങ്ങൾ നടന്നില്ല. കാരണം കുറേ പേരോട് നമ്മുടെ ബൊലേറോ ഓണേഴ്സ് ക്ലബിൻ്റെ കുറിച്ചുള്ളൊരു ചെറിയൊരു ബ്രീഫും അതുപോലെ തന്നെ ഈ ഒരു മീറ്റപ്പിൻ്റെ വിശേഷങ്ങളും, അതായത് എത്രാമത്തെ മീറ്റപ്പിലാണ് പങ്കെടുക്കുന്നത്, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മീറ്റപ്പിൽ പങ്കെടുത്തവർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീറ്റപ്പിലൊക്കെ പങ്കെടുത്തവരാണെങ്കിലും ഈ മീറ്റപ്പിൽ പങ്കെടുത്തവരാണെങ്കിൽ എല്ലാവരും നിങ്ങളുടെ അനുഭവം, നിങ്ങൾ എത്രാമത്തെ മീറ്റപ്പിലാണ് പങ്കെടുക്കുന്നത്, എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യുക. കാരണം ഒരുപാട് പേർക്ക് അത് ഉപകാരപ്രദമായിരിക്കും. നമ്മുടെ ഈ ഒരു BOCയുടെ മീറ്റപ്പിനെ കുറിച്ച് അറിയാനും അതുപോലെ തന്നെ അതിൽ പങ്കെടുക്കാനും താല്പര്യമുള്ളവർക്കും എല്ലാവർക്കും, എല്ലാ വണ്ടിപ്രാന്തന്മാർക്കും അത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. മാക്സിമം നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അടുത്ത തവണത്തെ മീറ്റപ്പ് ഇങ്ങനെ വലിയ മീറ്റപ്പ് അല്ലാണ്ട് ചെറിയ മീറ്റപ്പുകൾ ഒരുപാട് നടന്നിട്ടുണ്ട്. അതും നടക്കാറുണ്ട്. നമ്മൾ വലിയൊരു മീറ്റപ്പ് വർഷത്തിൽ ഒരു തവണ നടത്താറുള്ളൂ. അപ്പോൾ അതിൻ്റെ അടുത്ത തവണത്തെ മീറ്റപ്പും നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ എന്താ പറയുക ഷൂട്ട് ചെയ്യും. കാരണം ഈ തവണത്തെ വീഡിയോ എടുക്കുന്നതിലും കുറേ അപാധകൾ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നടക്കാൻ പോയ സമയത്ത് ഒരുപാട് പരിചയപ്പെടണമെന്ന് വിചാരിച്ച ആളുകളോട് സംസാരിക്കാനും അവരെ പരിചയപ്പെടാനൊക്കെ മറന്നുപോയി എന്ന് പറയാം. കാരണം ആ ഒരു സമയം കിട്ടിയില്ല.
അപ്പോൾ അങ്ങനത്തെ, അതായത് തലേ ദിവസം അല്ലാണ്ട് അടുത്ത ദിവസം വന്നവരൊക്കെ ചിലപ്പോൾ കുറച്ച് പേരൊക്കെ മിസ്സായിട്ടുണ്ടാവും, അവരുടെ വണ്ടിയും ചിലപ്പോൾ മിസ്സായിട്ടുണ്ടാവും വീഡിയോയിൽ. അവരൊക്കെ ക്ഷമിക്കുക. അടുത്ത നമ്മൾ എന്തായാലും കുറച്ച് പേരുടെ റിവ്യൂസ് നേരിട്ട് ആ ഒരു മീറ്റപ്പിൽ വന്ന എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇനി ഒരുപാട് ബൊലേറോൻ്റെ വിശേഷങ്ങളാണെങ്കിലും വേറെ വണ്ടിയുടെ വിശേഷങ്ങളാണെങ്കിലും ഒരുപാട് വിശേഷങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ബൈ ബൈ.